വ്യത്യാസം എന്ന് പറയുന്നത് വളരെ പ്രകടമാണ്. NDA സഖ്യം തന്നെ മുന്നിൽ നിൽക്കുന്നു. 98-79 ഒരു മാറ്റം പ്രകടമാകുന്നുണ്ട്. വളരെ സ്ലൈറ്റ് ആയിട്ടുള്ള, വളരെ ചെറുതായിട്ടുള്ളൊരു മാറ്റം പ്രകടമാകും. 95-79. അപ്പോൾ ഈ പോരാട്ടം എന്ന് പറയും 82-95 എത്തിയിരിക്കുന്നു. 13 സീറ്റിന്റെ വ്യത്യാസത്തിലേക്ക് മാത്രം മാറി മറിഞ്ഞിരിക്കുന്നു എന്നാണ് ഇപ്പോൾ കാണേണ്ട കാര്യം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് ഒരു ഉദ്വേഗജനകമായിട്ടുള്ള പോരാട്ടത്തിന്റെ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണോ? ഇന്ത്യയെ 101 നിന്ന് 95 വീഴുകയും 68 നിന്ന് 82 ഇന്ത്യ സഖ്യം ഉയരുകയും ചെയ്തത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാഴ്ചയാണ് ധനസുമോദ്. അപ്പോൾ ഇത് വീണ്ടും കാര്യങ്ങൾ ഇങ്ങനെ ഇഞ്ചോടിഞ്ചാവാൻ പോവുകയാണോ? എന്താണ് ഈ കാണുന്നത്? ഇപ്പോൾ ന്യൂനപക്ഷ മേഖലകൾ, അതായത് കിഷൻഗഞ്ച്, പൂർണിയ, അരാരിയ തുടങ്ങിയ മേഖലകളിൽ 17 സീറ്റിന്റെ ലീഡാണ് RJD നേടിയിരിക്കുന്നത്. പക്ഷേ മറ്റു മേഖലകളിലേക്ക് എടുക്കുമ്പോൾ അവിടെയെല്ലാം BJP ലീഡ് നേടുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. JDU-നേക്കാളും ഇരട്ടിയോളം തന്നെ ലീഡാണ് BJP നേടിയിരിക്കുന്നത്. പക്ഷേ RJDയുടെ ഒപ്പമുള്ള ഇന്ത്യ സഖ്യത്തിലെ മറ്റ് കക്ഷികൾ, കോൺഗ്രസ് ഇപ്പോൾ ഒരു 10 സീറ്റിലേക്കാണ് ലീഡ് നേടിയിരിക്കുന്നത്. പക്ഷേ മറ്റു കക്ഷികളൊന്നും അവരുടെ പെർഫോമൻസ് ഒട്ടും ഒരു ശുഭകരമല്ല. എല്ലാം സിംഗിൾ ഡിജിറ്റിൽ തന്നെ നിൽക്കുകയാണ്. പക്ഷേ JDU-യും JDU-യും BJP-യും അവർ വലിയ തരത്തിലുള്ള ലീഡ് മറ്റു മേഖലകളിൽ, പ്രത്യേകിച്ച് മിഥിലാഞ്ചൽ ഉൾപ്പെടെയുള്ള മേഖലകൾ, മിഥിലാഞ്ചൽ, നളന്ദ തുടങ്ങിയ, പാറ്റ്ന തുടങ്ങിയ മേഖലകളിൽ വലിയ തരത്തിലുള്ള ലീഡ് ഇപ്പോൾ BJP നേടിക്കൊണ്ടിരിക്കുന്നു. ഒറ്റ സീറ്റിന്റെ വ്യത്യാസത്തിലേക്ക് കാര്യങ്ങൾ മാറി മറിയുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. 101-62 ആയിരുന്നുവെങ്കിൽ അത് ഒറ്റയടിക്ക് 90-91 മാറിയിരിക്കുകയാണ്. അപ്പോ ഇന്ത്യ സഖ്യത്തിന് വളരെ ഹോപ്പ്ഫുൾ ആയിട്ടുള്ള, പ്രതീക്ഷാ നിർഭരമായ ഒരു മൊമെന്റിലേക്ക് അവർ കടന്നു കഴിഞ്ഞിരിക്കുന്നു. പക്ഷെ അത് നിലനിർത്താൻ അവർക്ക് കഴിയുമോ? ഈ ഇഞ്ചോടിഞ്ച് എന്ന സിനാരിയോ നിലനിർത്താനെങ്കിലും അവർക്ക് 91 ഇഞ്ചോടിഞ്ച് എന്ന് പറഞ്ഞാൽ പോരാ, ഒപ്പത്തിനൊപ്പം എന്ന് നമുക്കിപ്പോൾ പറയാൻ കഴിയും. ഒപ്പത്തിനൊപ്പം പോരാടുകയാണ് നരേന്ദ്രമോദിയുടെ NDA-യും ഒപ്പം രാഹുൽ ഗാന്ധിയുടെയും തേജസ്വിയുടെയും ഇന്ത്യ സഖ്യവും തമ്മിൽ ഒപ്പത്തിനൊപ്പം 91 നിലയിലേക്ക് മാറി മറിഞ്ഞിരിക്കുന്നു. ബീഹാറിന്റെ തെരഞ്ഞെടുപ്പ് ഫലം, അവിടെ ആരാണ് അടുത്ത ഘട്ടത്തിൽ ഒരു സ്റ്റെപ്പ് എടുക്കാൻ പോകുന്നത്? അടുത്ത മൊമെന്റിൽ ആരാണ് ഒരൊറ്റ നമ്പർ കൂട്ടാൻ പോകുന്ന ആരാണ്? അങ്ങേയറ്റം ഉദ്വേഗജനകമായ, നാടകീയമായ രംഗങ്ങൾക്ക് നമ്മൾ സാക്ഷിയാവുന്നു. ഇതാ 91, കാരണം 101 അതിവേഗത്തിൽ കുതിച്ചുപോയ NDA-യെ വലിച്ച് താഴേക്ക് 91 കൊണ്ടുവരികയും ഇന്ത്യ സഖ്യം 91 ഉയരുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ അങ്ങേയറ്റം ഉദ്വേഗഭരിതമായ, ആവേശഭരിതമായ ഒരു കൗണ്ടിംഗ് കാഴ്ചയിലേക്ക് ബീഹാർ പോകുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത്. 91 ആകെ 187 നിയമസഭാ മണ്ഡലങ്ങളിലെ ഫലസൂചനകൾ പുറത്തു വരുന്നു. 187 ഫലസൂചനകൾ പുറത്തു വരുമ്പോൾ 91 എന്നാണ് ഇപ്പോഴത്തെ നമ്പർ. എന്ന് വെച്ചാൽ ബീഹാറിൽ അത്ഭുതം സംഭവിക്കുമോ? ഇന്ത്യ സഖ്യത്തിന് തിരിച്ചു വരാൻ കഴിയുമോ? NDA അവർ മലർത്തിയടിക്കുമോ? അതാണോ സംഭവിക്കുക? വൻ തിരിച്ചുവരവ് സംഭവിച്ചിരിക്കുന്നു. വീണ്ടും 92, ആദ്യത്തെ ലീപ്പ് വീണ്ടും ആരെടുക്കുന്നു? NDA സഖ്യം തന്നെ എടുക്കുന്നു. ഇന്ത്യ സഖ്യത്തിന് പിന്നെയും പുറകോട്ട് പോകേണ്ടി വരുന്നു. 91-90 ആകുമ്പോൾ NDA 92 സീറ്റിലേക്ക് കടന്നിരിക്കുകയാണ്. നമ്മളിപ്പോൾ കാണുന്ന കാഴ്ച അങ്ങേയറ്റം ഉദ്വേഗജനകമാണ്. ധനസുമോദ്, ഇതിന്റെ ഒരു കുറച്ച് മണിക്കൂറിലേക്ക് സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു സംഗതിയാണോ ഇത്? ഒരാൾ കയറുക, അങ്ങനെ നിൽക്കുമ്പോൾ വീണ്ടും വീഴുക. നമ്മൾ ഈ ബീഹാറിന്റെ ചരിത്രത്തിൽ ഇത്തരം മാർച്ചുകൾ എമ്പാടും കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ കാണുന്ന നമ്പറിൽ നമുക്ക് പൂർണ്ണമായും വിശ്വസിക്കാൻ കഴിയില്ല എന്ന പ്രശ്നമുണ്ടോ? ഇപ്പോൾ പ്രധാനമായും ഈ സീമാഞ്ചൽ മേഖലയിലെ വോട്ടിംഗ് ശതമാനമാണ്, വോട്ടിംഗ് പോളുകൾ നിരക്കാണ് വന്നു കഴിഞ്ഞപ്പോൾ. കാര്യം നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന ഗ്രാമങ്ങളും പ്രദേശങ്ങളുമാണ് അരാരിയ തുടങ്ങിയ പ്രദേശങ്ങൾ. മാത്രമല്ല അവർ നേപ്പാളി കറൻസി പോലും അവിടുത്തെ പല ചന്തകളിലും വിപണനം നടത്തുന്നതാണ്. ഈ ഒരു സാഹചര്യത്തിൽ അവിടെ നിന്ന് അവരുടെ റിസൾട്ട് വരാനായിട്ട് വളരെയധികം വൈകുന്നുണ്ട്. അതുകൊണ്ട് അരാരിയ, പൂർണിയ, കിഷൻഗഞ്ച് തുടങ്ങിയ മേഖലകളിൽ നിന്ന് റിസൾട്ട് ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പാണ് ഇതിനോടൊപ്പം കൂട്ടിച്ചേർത്തിരിക്കുന്നത്. ആ റിസൾട്ട് കൂടി കൂട്ടിച്ചേർത്ത് കഴിഞ്ഞപ്പോഴാണ് 90 എന്ന സീറ്റിൽ നിലനിർത്തിയിരുന്ന BJP മുതലക്കൂപ്പ് കൂത്തി 42 വന്ന് വീഴുന്ന ഒരു കാഴ്ച കാണുന്നത്.